ചൊല്ലണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിർദ്ദിഷ്ട ആറുവരി പാത പൂർത്തിയായാൽ വെറും 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തിച്ചേരാനാകുമെന്ന് മുഖ്യമന്ത്രി. 60-ലേറെ കിലോമീറ്റർ ഒറ്റ റോഡ് ക്രോസ് ജംഗ്ഷനോ പോലുമില്ല എന്നതാണ് എന്ത് കഷ്ടമാണ് പുതിയ പാതയുടെ മറ്റൊരു പ്രത്യേകത. വികസന കുതിപ്പിൽ ജനകീയ സർക്കാരിൻ്റെ തൊപ്പിയിൽ ഉണ്ടോ വായിക്കണോ മഞ്ചൾ ഒരാൾ വായിച്ചുകൊണ്ടിരിക്കണ ഇടയ്ക്കാണ് പേപ്പറും വായിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ വായിച്ചു നിർത്തിയേ. ചെറിയ സർക്കാരിൻ്റെ തൊപ്പിയിലെ മറ്റൊരു പൊന്തൂലാണ് ഈ ആറുവരി പാത എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. അടിപൊളി പൊളിച്ച്. അല്ല സാവേ, ഈ ആറുവരി പാത കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ലേ, പിന്നെ എങ്ങനെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ തൊപ്പിയിലെ പൊന്തൂലാണ്? ഇവിടെ മരമണ്ട, തന്നോട് ആരാ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്? തന്നെപ്പോലുള്ള കുറേ മണ്ടന്മാരുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. ഇത് നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയല്ലേ? ഞാനിപ്പോൾ ബീരാമയൊന്നും വായിക്കാറില്ല അല്ലേ? വെറുതെ അല്ല ഈ മണ്ടൻ ചോദ്യമായിട്ട് വന്നെ. ക്ഷമിക്കണം സാവേ, ഇനി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പ്രാവശ്യത്തേക്കൊന്ന് മാപ്പാക്കണം. തൽക്കാലം ക്ഷമിച്ചേക്കണം. ഇനി മേലി വക മണ്ടത്തരം കണ്ടെടുത്ത് പോയി എഴുന്നള്ളിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പേപ്പർ വായിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ട മഞ്ഞപ്പത്രം എടുത്ത് വായിക്കുകയല്ല വേണ്ടത്. നമ്മുടെ പാർട്ടി പത്രം മേടിക്കുക, 3 നേരവും വായിക്കുക. അതുപോലെ എല്ലാ പാർട്ടി ക്ലാസ്സിലും കൃത്യമായിട്ട് പങ്കെടുക്കുകയും വേണം. മനസ്സിലായല്ലോ? വയസ്സാകുമ്പോൾ പെൻഷനൊക്കെ വേണ്ടേ? അയ്യോ വേണം. പെൻഷനൊക്കെ കിട്ടണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ പറയണത് മാത്രം കേൾക്കുക, പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ കാര്യം നടക്കും. പിന്നെ കുലംകുത്തികൾക്കും പരനാറികൾക്കും പാർട്ടിക്ക് വെളിയിലെ സ്ഥാനം, അത് ഓർത്താൽ നല്ലത്. പൊന്നു സാവേ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ, മാപ്പാക്കണേ. മാത്രമല്ല എൻ്റെ മോൻ ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിലാണ്. പഠിക്കാനാണെങ്കിൽ തീരെ മോശമാണ്. അവനാണ് എഴുതാനും വായിക്കാനും ഒട്ടും അറിയാനും പാടില്ല. കോളേജിൽ ചെല്ലുമ്പോൾ പുതിയൊരു അഡ്മിഷൻ ശരിയാക്കി തന്നെ. ഒക്കെ ശരിയാക്കി തരാമോ? അഡ്മിഷൻ ശരിയാക്കി തരാം. ഇനി വേണമെങ്കിൽ നമ്മൾ ജോലിയും ശരിയാക്കി തരും. അതാണ് നമ്മുടെ പാർട്ടി. പക്ഷേ പാർട്ടി പറയണത് കേട്ട് കൂടെ തന്നെ ഉണ്ടാവണം. നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമുണ്ട്. മനസ്സിലായില്ലേ? അല്ല സഖാവേ, എനിക്കൊരു സംശയം. തനിക്കെന്താ പ്രശ്നം? ഈ നാഷണൽ ഹൈവേ എന്ന് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എന്നുള്ള ഇവിടെ നാട്ടിലൊക്കെ ഒരു പറച്ചിൽ. അപ്പോൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞുകൊണ്ട് താൻ കേട്ടില്ലേ? ഇത് താൻ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു? വെറുതെ അല്ല, ആ മറ്റവൻ്റെ ആളാണല്ലേ? അല്ല സഖാവേ, ഞാൻ പാർട്ടിയുടെ ആൾ തന്നെയാണ്. ശരി, എന്തായാലും ഞാനിനി ഒരു കാര്യം പറയാം സാക്കളെ. ഒരു വാദത്തിന് വേണ്ടി ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെ തന്നെയാണെന്ന് നോക്കി. ഇത്രയും കാലമായിട്ട് എന്ത് ഒരു ആറുവരി പാത കൊണ്ടുവന്നില്ല. ഇനി അത് പോട്ടെ, 75 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. 2 മുന്നണികളും മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇല്ലേ? എന്ത് ഇത്രയും കാലമായിട്ട് ഇവർക്ക് ഈ ആറുവരി പാത കൊണ്ടുവരാൻ പറ്റിയില്ല? ഇപ്പോൾ നമ്മുടെ സർക്കാർ ഇടപെട്ട് ഇത്ര ഗംഭീരമായിട്ട് അവിടെ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായി? കേന്ദ്രത്തിന് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കണം. ഇത്ര ഗംഭീരമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അസൂയ. ഇതാണ് ഇതിൻ്റെ സത്യം. അതെ, സഖാ പറഞ്ഞ 100% ശരിയാണ്. ഇത് അവർക്കാവണമെങ്കിൽ നേരത്തെ ആകാമായിരുന്നില്ലേ? ഇത് വെറുതെ കൈ നനയാതെ മീനം വിളിക്കുന്ന സംഖ്യകൾ. നീ ഒരു കാര്യം മനസ്സിലായിക്കോ, രണ്ടുപേരോട് പറയണം. നമ്മുടെ സഖാവ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. അത് ഇനി കേന്ദ്രമല്ല, ദൈവം തമ്പുരാൻ്റെ അപ്പം മുത്തുപട്ടൽ എന്ന് പറഞ്ഞാലും അവിടെ നടത്തിയിരിക്കും കാര്യം. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ ബിരിയാണിയും കൊണ്ടുവരും, ഈന്തപ്പഴവും കൊണ്ടുവന്ന് കാച്ചിട്ടുണ്ടാകും. മനസ്സിലായി? അല്ല സഖാവേ, ഈ കേരളയിൽ വരുന്നു എന്ന് പറഞ്ഞ കാര്യം ഉറപ്പല്ലേ? എന്താ സംശയം? കേരളയിൽ വരുന്നു പറഞ്ഞാൽ വന്നിരിക്കും. അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. കളിക്കണ കളികളോ കുളിക്കണ കുളം. സഖാവേ, എന്തായി? ഞാൻ രക്ഷപ്പെട്ട്. എന്തുപറ്റി? രാവിലെ കള്ളപ്പം ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് കൊണ്ട് വിറ്റിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്താലോ. ഓ അത് ശരി. അപ്പൊ കേരളയിൽ എന്ന് പറഞ്ഞത് നമ്മൾ സഖാക്കൾക്ക് കള്ളപ്പം കൊണ്ടുപോയി വിൽക്കാനുള്ള വണ്ടിയാണല്ലേ? എല്ലാരും ചൊല്ലണ്.